തുടങ്ങിയ പരിശോധന അത് 8 മണിക്കൂറോളം നീണ്ടു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലും പിണറായിയിലെ വീട്ടിലും പരിശോധന നടക്കവേ CPM നേതാക്കളും പ്രവർത്തകരും തടിച്ചുകൂടി. പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്, CMRL MDയുടെ ആലുവയിലെ വീട്, CMRL ഓഫീസ്, പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ ബംഗളൂരുവിലെ ഓഫീസ്, കർത്തയുടെ കുടുംബാംഗങ്ങൾ ഡയറക്ടർമാരായ മറ്റ് 2 കമ്പനികളുടെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ചവരുടെ പട്ടിക CPM നേതൃത്വത്തിന് പോലീസ് കൈമാറി. പാർട്ടി ഓഫീസിൽ ഒളിച്ചിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടവർ ഓഫീസിലുണ്ടെങ്കിൽ ഉടൻ പുറത്തിറക്കണമെന്ന് CPM നേതൃത്വത്തോട് പോലീസ് ആവശ്യപ്പെട്ടു. വാഹനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് വിശദമായി പരിശോധിക്കുകയാണ് എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ സംഘടിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. VV അരുണും ഡാൻ കുര്യനും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ഞാൻ VV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഇപ്പോഴും പ്രവർത്തകർ കൂട്ടമായി നിൽക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? സംഘർഷാത്മക സാഹചര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഏരിയ കമ്മിറ്റി ഓഫീസ് മുന്നിൽ 2 മണിക്കൂറായി ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് CPM നേതാക്കളും, അതായത് ഇവിടെ 2 വശത്തായി പോലീസ് നിൽക്കുകയാണ്. നേരത്തെ പോലീസ് സേന മുഴുവൻ ഒരു ഭാഗത്തു നിന്നാണ്. അവർ കുറച്ചുപേരെ പാളയം റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ തുടരുകയാണ്. 10 പ്രവർത്തകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. EDയുടെ വാഹനം ആക്രമിച്ച 10 പ്രവർത്തകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ പിടികൂടാതെ പോകില്ല. പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഈ നമുക്ക് മുന്നിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ പ്രവർത്തകർ ഇവിടെ ഇല്ല. നിങ്ങൾ പ്രതികളുടെ പട്ടിക തന്നാൽ, അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിയാൻ കഴിയുന്ന ചിത്രങ്ങൾ തന്നാൽ അവരെ ഹാജരാക്കാമെന്ന് CPM നേതാക്കൾ പലതവണ V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രൻ, ജോൺ ബിട്ടാസും അടക്കമുള്ള CPM നേതാക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ അവരെ പിടികൂടാതെ ഇവിടുന്ന് പിൻവാങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് പോലീസ്. ഞങ്ങളെ ചവിട്ടിമെതിച്ചല്ലാതെ, ഞങ്ങളെ ആക്രമിച്ചല്ലാതെ അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് CPM നേതാക്കളും നിലപാടെടുക്കുന്നു. ഇതിന്റെ മുൻവശം പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയൊരു നിരയുണ്ട്. അകത്താണ് ഈ പ്രവർത്തകർ ഉള്ളതെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. അത്തരത്തിൽ ഈ അക്രമ സംഭവത്തിൽപ്പെട്ട ആരും ഇതിനുള്ളിലില്ല എന്ന് CPM നേതാക്കൾ പറയുന്നു. അങ്ങനെ പാർട്ടി ഓഫീസിൽ കയറി ഒരാളെ പോലും തൊടാൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിൽ CPM-ഉം, എന്നാൽ അറസ്റ്റ് ചെയ്യാതെ പിന്മാറില്ല എന്ന നിലപാടിൽ പോലീസും തുടരുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിന് വഴിയൊരുക്കുന്നത്. പ്രതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികളെ കൃത്യമായി പട്ടിക തന്നാൽ അവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് CPM-ന്റെ നിലപാട്. അല്ലാതെ പാർട്ടി ഓഫീസിൽ കയറി അങ്ങനെ ആരെയും അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPM ഉള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, അവരുടെ വാഹനം ആക്രമിച്ചത് അതീവ ഗുരുതരമായ സുരക്ഷാ പ്രശ്നമായാണ് പോലീസ് കാണുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കാൻ ആദ്യഘട്ടത്തിൽ പോലീസിനോട് ആവശ്യപ്പെട്ടതിന് അവർ രഹസ്യമായാണ് അവർ ഒരു പരിശോധനയ്ക്ക് എത്തിയത്. പിന്നീട് ഉദ്യോഗസ്ഥർ VV അരുണാണ് പാളയത്ത്. അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഒരു വശത്ത് ഉറച്ചു നിൽക്കുന്നു. ആ പട്ടികയിലുള്ളവരുടെ വിവരങ്ങൾ, തിരിച്ചറിയാൻ കഴിയുന്ന ചിത്രങ്ങൾ നൽകിയാൽ അവരെ ഹാജരാക്കാമെന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. എന്നാൽ ആ പാർട്ടി ഓഫീസിനുള്ളിലുണ്ട് ആ പ്രതികളായി കണക്കാക്കുന്നവർ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിലൊരു തീരുമാനമായിട്ടില്ല. ഉറച്ചു നിൽക്കുകയാണ് അവിടെ പാർട്ടി നേതൃത്വവും. അങ്ങനെ വിട്ടു നൽകില്ല, ഉള്ളിൽ കയറിയുള്ള അറസ്റ്റ് വേണ്ട എന്നുള്ള നിലപാടിൽ. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ ED ഉദ്യോഗസ്ഥരുടെ വാഹനം, അത് ഏതാണ്ട് 2 വാഹനത്തിനും കാര്യമായിട്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ടോ? ഈ ഡ്രൈവറുടെ പരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥരും ജനറൽ ആശുപത്രിയിലേക്ക് പോയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. 2 വാഹനങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചത്. 2 വാഹനങ്ങളുടെയും മുൻ ഗ്ലാസുകളും പിൻ ഗ്ലാസുകളും വശങ്ങളിലുള്ള മിററുകളുമാണ് അടിച്ചു തകർത്തിരിക്കുന്നത്. അതിൽ കൈകൊണ്ട് ആക്രമിച്ചവയും ഇഷ്ടിക കൊണ്ട് ആക്രമിച്ചവയുമുണ്ട്. അതിന്റെ കൃത്യമായ തെളിവുകൾ, വാഹനത്തിനുള്ളിലേക്ക് വീണ് കിടക്കുന്ന കല്ലുകളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ വാഹനങ്ങളാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. അതേസമയം ഈ സംഭവങ്ങൾക്ക് കൃത്യമായി നേതൃത്വം നൽകിയത് ആരാണ് എന്ന ദൃശ്യങ്ങൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. പോലീസ് ക്യാമറ വശമുള്ള ദൃശ്യങ്ങൾക്ക് പുറമെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന
കൂടി കൈവശം വെച്ചുകൊണ്ടാണ് ആരൊക്കെയാണ് ഇതെന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുന്നത്. അവരുടെ ഒരു പട്ടിക തയ്യാറാക്കിയാണ് CPM നേതൃത്വത്തിന് പോലീസ് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ആ പട്ടികയിൽ ഉള്ളവർ ഇപ്പോൾ CPMന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന പോലീസിന്റെ അവകാശവാദം അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. ഫോഴ്സിനെ ഇവിടുന്ന് വിഡ്രോ ചെയ്താൽ മാത്രമേ അവരെ സ്റ്റേഷനിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കൂ എന്ന നിലപാടിലാണ് CPM നേതൃത്വം. അങ്ങനെയല്ല, അവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പോകൂ എന്ന നിലപാടിൽ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറെ സാന്നിധ്യത്തിൽ വൻ പോലീസ് സംഘം ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലുണ്ട്. ഇവിടെ വിന്യസിച്ചിരുന്ന വലിയൊരു സംഘത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് CPM നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം എന്ത് പ്രകോപനപരമായ സാഹചര്യം വന്നാലും നേരിടാൻ ഉറച്ച് മറ്റൊരു വിഭാഗം ഇവിടെ തന്നെ തയ്യാറായി നിൽക്കുകയുമാണ്. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു വശത്തുണ്ട്. നേരത്തെ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വെച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. എന്തായാലും ഇങ്ങനെ ഈ സാഹചര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിലൊരു പരിഹാരം അനുനയത്തിന്റെ പാതയിലേക്ക് എത്തിച്ച് അവരെ പിടികൂടുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ കീഴടങ്ങുന്നതിനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇവിടെ കൂടി നിന്ന മുഴുവൻ ആളുകളെ, മാധ്യമങ്ങളും പോലീസുകാരും മാത്രമാണ് ഇപ്പോൾ ഈ പരിസരത്തുള്ളത്. ബാക്കി ഈ പോലീസ് കൂടുതലായി അടുത്തേക്കെത്തിയ ആളുകളെ അടക്കം ഇവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുകയാണ്. മറ്റ് ഉണ്ടാകാത്ത തരത്തിൽ, ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ, അവരെ പിടിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇങ്ങനെ കാത്തിരിക്കുമോ മണിക്കൂറുകളോളം, അതിനപ്പുറത്തെ ഒരു ആക്ഷനിലേക്ക് പോലീസ് കടക്കുമോ എന്ന ചോദ്യത്തിന് അല്പസമയത്തിനകം വ്യക്തമായൊരു ഉത്തരമാകും. റൈറ്റ്, പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഒരു നടപടിയിലേക്ക് നീങ്ങുമോ എന്നാണ് അറിയേണ്ടത്. എന്താണെങ്കിലും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പോലീസിന്റെ നിലപാട്. പക്ഷെ അങ്ങനെ ഇല്ല, അവിടെ ഇല്ല എന്നുള്ള കാര്യം നേതൃത്വം അറിയിക്കുന്നു. ഫോട്ടോയോ ദൃശ്യങ്ങളോ കാണിച്ചാൽ സംശയമുള്ള ആളുകളെ, പ്രവർത്തകരെങ്കിൽ അവരെ ഹാജരാക്കാമെന്നുള്ളതാണ് CPM നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്. ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് ആ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ എന്നുള്ളതാണ്. കാണാൻ നമുക്ക് ദൃശ്യത്തിൽ ഇത് ആ കാറ് തല്ലിപ്പൊളിക്കുന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ആണ്, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ ഇപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെയിം ബാഡ്ജ് ഉൾപ്പെടെ ഇളകി തൂങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. എന്തായാലും അതിനിടയിൽപ്പെട്ടതാണോ എന്നറിയില്ല. എങ്കിൽ പോലും ഒരുപാട് പ്രവർത്തകർ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പ്രവർത്തകരെയൊക്കെ മാറ്റി ഇപ്പോൾ മാധ്യമങ്ങൾക്കും അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലുള്ള പ്രവർത്തകർ മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് കരുതുന്നു. VV അരുണും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.